കർത്താവേ, അരുളിച്ചെയ്യണമേ. ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, നിങ്ങളുടെ മനസ്സിനെ അമിതമായി ആകർഷിക്കുന്നതെല്ലാം ഒടുവിൽ നിങ്ങളുടെ ദൈവമായി മാറും, ആരാധനാമൂർത്തിയായിത്തീരും. അതുകൊണ്ട് അത്യാഗ്രഹത്തിൻ്റെയും ആസക്തിയുടെയും വിഗ്രഹങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മക്കൾ വളരെ സൂക്ഷിക്കണം. പ്രതിഷ്ഠിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല അവയെ പിന്നീട് എടുത്തു മാറ്റാൻ. നിന്റെ മനസ്സിലെ ഭൗതിക വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാതെ, എന്നിൽ മനസ്സുറപ്പിക്കാതെ നിനക്ക് ആന്തരിക സമാധാനവും ശാന്തിയും ലഭിക്കില്ല. ആശ്രയം എന്നിലാകുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ഭൗതിക വിഗ്രഹങ്ങൾ നിഷ്പ്രഭമാകും, അപ്രസക്തമാകും. ഒന്നോർക്കണം, 2 യജമാനന്മാരെ ഒരേപോലെ സ്നേഹിക്കാനും ആദരിക്കാനും നിങ്ങൾക്ക് കഴിയില്ല മക്കളെ. നിന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കില്ല. അവരിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ നിനക്ക് സാധിച്ചേക്കാം. പക്ഷേ ഞാൻ നിന്റെ മനസ്സിനെ അനുനിമിഷം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉള്ളം ഉള്ളതുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യ ഭക്തിപ്രകടനങ്ങളും വെള്ളതേച്ച ശവക്കല്ലറുകളും പുറം വെടിപ്പാക്കിയ കിണ്ടിക്കിണ്ണങ്ങളും എൻ്റെ കണ്ണുകൾക്ക് മുമ്പിലെ നഗ്ന യാഥാർത്ഥ്യങ്ങളാണ്. ഹൃദയം വിശുദ്ധമാണെങ്കിൽ മാത്രമേ ചിന്തകളും വികാരങ്ങളും വാക്കുകളും വിശുദ്ധമായിരിക്കും. ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ ലോകവും സാത്താനും നിക്ഷേപിക്കുന്ന മ്ലേച്ഛ മാലിന്യങ്ങൾ നിന്റെ ഹൃദയത്തെ മാലിന്യപൂർണമാക്കും. ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കാൻ എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് രുചിക്കണം എന്നൊക്കെയുള്ള വിവേചനബോധം മക്കൾ നിലനിർത്തണം. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും സൂക്ഷിക്കണമെന്നും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണെന്നും സങ്കീർത്തനക്കാരൻ പറയുന്നതിൽ വലിയ കാര്യമുണ്ട് മക്കളെ. ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രമാണങ്ങളില്ല. നിന്റെ ഹൃദയവാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് കടന്നു വരും. അപ്പോൾ വീടിന് രക്ഷയുണ്ടാകും.
ഞാനും നീയും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവയ്ക്കും. അതൊരു വിസ്മയാനുഭവമായിരിക്കും. 139-ാം സങ്കീർത്തനം. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. നാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ നടക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്നേ ദിവസം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാശ്വത സമാധാനത്തിൽ നടത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.